നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ IT ആൻഡ് സൈബർ ലോയിൽ 5 മൊഡ്യൂളുകൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. വരാൻ പോകുന്ന +2 ലെവലായിക്കോട്ടെ, ഡിഗ്രി ലെവലായിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ ലെവലുകളിലും IT സിലബസ് സെയിം ആണ്. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും ഒക്കെ കോർത്തിണക്കിയുള്ള ഒരു ക്ലാസ്സാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റീസെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയുന്ന മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം ഉള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതേത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ, പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഉൾപ്പെടാത്തത് നോക്കാം. കീബോർഡ്, മൗസ്, സ്കാനർ, സ്പീക്കർ, ഇങ്ങനെ 4 ഓപ്ഷനും ഉണ്ട്. ഇതിനകത്ത് ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇൻപുട്ട് ഉപകരണങ്ങൾ അഥവാ ഇൻപുട്ട് ഡിവൈസുകൾ ഏതാണ്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വിവരങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ നമ്മളിലേക്ക്, ഈ പറയുന്ന യൂസറിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ ഡേറ്റ എന്നും കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ ഇൻഫർമേഷൻ എന്നും ഒക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഇവിടെ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തതേത് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അല്ലാത്തതേതെന്നാണ് ചോദ്യം. കീബോർഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. നമുക്കറിയാം, ഇൻപുട്ടാണ്, അങ്ങോട്ട് കൊടുക്കുകയാണ്. കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കീബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കീബോർഡ് ഒരു ഇൻപുട്ടാണ്. മൗസ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉപകരണമാണ്, ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടറിലേക്ക് വിവരം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൗസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കാനർ എന്ന് പറയുന്നതും ഒരു ഇൻപുട്ട് ഉപകരണമാണ്. സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വിവരങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കാനർ എന്ന് പറയുന്നത്. എന്നാൽ അവസാനത്തെ ഓപ്ഷനായിട്ടുള്ള സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉപകരണം അല്ല. കാരണം കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഈ പറയുന്ന ശബ്ദം നമ്മളിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പീക്കർ എന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഒരു ഔട്ട്പുട്ട് ഉപകരണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സ്പീക്കർ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇൻപുട്ട് ഏത്, ഔട്ട്പുട്ട് ഏതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് പോവാം. സ്കാനർ എന്ന് പറയുന്നത് ലൈറ്റ് പെൻ, ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോൺ, ബാർകോഡ് റീഡർ, ടച്ച് പാഡ്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ബയോമെട്രിക് സെൻസർ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് VDU അഥവാ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ടാണ്. അതുപോലെ തന്നെ പ്രിന്റർ, പ്ലോട്ടർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ, വീഡിയോ കാർഡ്, ഇതൊക്കെ ഒരു ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏത്? കമ്പ്യൂട്ടറിന്റെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ പറയേണ്ടത് കീബോർഡാണ്. അതുപോലെ തന്നെ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ്, ഒരു കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ആയിട്ട് പറയേണ്ടത് മോണിറ്റർ ആണ്. ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഈ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ വായിച്ചു നോക്കിയിട്ട് തെറ്റായത് ചോദ്യം നോക്കണം. തെറ്റായതാണോ ശരിയായതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സെയ്മൂർ ക്രേ ആണോ? നമ്മൾ പഠിച്ചതാണ്, സൂപ്പർ കമ്പ്യൂട്ടറിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സെയ്മൂർ ക്രേ ആണ്. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ചോദ്യം എന്താണ്? തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്.
അടുത്ത പ്രസ്താവന വായിക്കാം. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭട്കർ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ഭട്കർ ആണ്. ആണോ? അതെ, നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചത്. വിജയ് പി ഭട്കർ ആണ്. അപ്പോൾ അതും ഒരു ശരിയായ പ്രസ്താവന തന്നെയാണ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഫ്ലോപ്സ് ആണ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഫ്ലോപ്സ് അഥവാ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്, ഫ്ലോപ്സ്. ശരിയാണ്, നമ്മൾ പഠിച്ചതാണ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഫ്ലോപ്സ് ആണ്. അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രസ്താവനയും ശരിയാണ്. ആണല്ലോ, നമ്മൾ മുകളിൽ പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എല്ലാ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, സൂപ്പർ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സെയ്മൂർ ക്രേ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ഭട്കർ. അതുപോലെ തന്നെ ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫ്ലോപ്സ് ആണ്. ഫ്ലോപ്സിന്റെ പൂർണ്ണരൂപം എക്സാമിന് ചോദിച്ചതാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ് എന്നാണ്. അടുത്ത ചോദ്യം, ദ കറന്റ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആസ് പെർ ടോപ്പ് 500 റാങ്കിങ്. നമ്മള് ലോകത്തെ മുഴുവൻ ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഓരോ സമയവും 6 മാസം കൂടുമ്പോൾ ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളന്ന് തിട്ടപ്പെടുത്തി ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏത്, ലോകത്തിലേത്, ഇന്ത്യയിലേത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഇവിടെ ടോപ്പ് 500 റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ നിലവിൽ കറണ്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ആയിട്ട് ഫ്രോണ്ടിയർ, ലിയോണാർഡോ, ഫുഗാക്കു, സെയ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കുക, റീസെന്റ് ആയിട്ട് ടോപ്പ് 500 റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഫ്രോണ്ടിയർ ആണ്. അമേരിക്കയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ട് ഇപ്പോൾ നിലവിൽ ഫ്രോണ്ടിയർ ആണ്. ഓർത്തു വെച്ചോണം, ഫ്രോണ്ടിയർ ആണ്. നോക്കണേ, സൂപ്പർ കമ്പ്യൂട്ടർ എന്താണ്? നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണോ സൂപ്പർ കമ്പ്യൂട്ടർ? അല്ല. വളരെ എഫിഷ്യന്റ് ആയിട്ട് മറ്റ് പല വലിയ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപകരിപ്പിക്കുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അല്ലേ? ഒരുപാട് CPU-കൾ, ഒരുപാട് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ സഹായത്തോടു കൂടി വലിയ ഈ പറയുന്ന കാലാവസ്ഥാ നിരീക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ വലിയ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നോക്കാം, എ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. മറ്റ് കമ്പ്യൂട്ടറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് എന്തെന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. They are employed for specialized application that are require large amount of mathematical calculations. നമുക്കറിയാം, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു സംഗതി, അല്ലെ, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഡിവൈസ് വന്നത് തന്നെ ഈ പറയുന്ന കാൽക്കുലേഷൻ ലക്ഷ്യമാക്കിയാണ്, കണക്ക് കൂട്ടുക എന്നുള്ള ലക്ഷ്യമാക്കിയാണ്, അല്ലെ? അതുകൊണ്ടാണ് കമ്പ്യൂട്ട് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ, ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? CDC 6600 ആണ്. ഓർത്തു വെക്കുക, നിലവിൽ ടോപ്പ് 500 റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഫ്രോണ്ടിയർ ആണ്. ഓക്കെ ആണല്ലോ, ഫ്രോണ്ടിയർ ആണ്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ CDC 6600 ആണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ, ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ പരം 8000 ആണ്. എന്താണ് പരം 8000 എന്ന് പറയുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ CDC 6600 ആണ്. ഓർത്തു വെക്കുക, പരം 8000 നിലവിൽ വന്ന വർഷം 1991 ഓർത്തു വെച്ചോണം, പരം 8000 എന്നാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ 1991 അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചതേ ഉള്ളൂ വേൾഡ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ, അല്ലെ? നിലവിൽ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ, ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രോണ്ടിയർ ആണ്. ഓർത്തു വെച്ചോണം, നിലവിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രോണ്ടിയർ ആണ്. അതുപോലെ തന്നെ വേൾഡിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഒറോറയാണ്. ഓർത്തു വെച്ചോണം, ഒറോറ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ലോകത്തിൽ 2ാം സ്ഥാനത്തുള്ളത്. അതും അമേരിക്കയുടെ തന്നെയാണെന്ന് ഓർത്തു വെക്കുക.
അതുപോലെ തന്നെ ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ നിലവിലത്തെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഐരാവതാണ്. ഓർത്തു വെച്ചോണം, കറണ്ട് ആയിട്ടുള്ള ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രോണ്ടിയർ ആണ്. എന്നാൽ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ നിലവിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഐരാവതാണ്. ഏതാണ്? ഐരാവതാണ്. രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചാൽ പരം സിന്ധിയാണ്. രണ്ടാം സ്ഥാനത്ത് പരം സിന്ധിയാണ്. ഓർത്തു വെച്ചോണം. അടുത്ത നോക്കണേ, പരം പ്രവേഗയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം പ്രീവിയസ് ആയിട്ട് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓർത്തു വെച്ചോണം, പരം പ്രവേഗ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. അതിന്റെ പ്രത്യേകത നോക്കിയേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഹാസ് കമ്മീഷൻഡ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഒരു എഡ്യൂക്കേഷൻ, ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ഏതെന്ന് പറയുന്നത് പരം പ്രവേഗ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ഇന്ത്യൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പരം പ്രവേഗയാണ്. അത് കമ്മീഷൻ ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്, IISc. അതുപോലെ തന്നെ the supercomputer has been designed and developed Center for Development of Advanced Computing. ഈ പറയുന്ന പരം പ്രവേഗ ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സീഡാക് ആണ്. ഓർത്തു വെച്ചോണം, പരം പ്രവേഗ എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സീഡാക് ആണ്. സീഡാക്കിന്റെ പൂർണ്ണരൂപം ഒന്ന് ഓർത്തു വെച്ചോണം, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നാണ് സീഡാക്കിന്റെ പൂർണ്ണരൂപം. ഓക്കെ ആണല്ലോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകളൊക്കെ ഓർത്തു വെക്കുക. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇവിടെ നോക്കണം, ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദ്യം. ശരിയായത് നോക്കാം. പ്രസ്താവന ഒന്നൊന്ന് നോക്കാം. ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ഭാഗമായി കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി പ്രവർത്തിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. പ്രസ്താവന 2 വായിച്ചു നോക്കാം. അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. പ്രസ്താവന 3 1 നമുക്ക് വായിച്ചു നോക്കാം. ചില സമയത്ത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആയിട്ടും ചിലപ്പോൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആയിട്ടും പ്രവർത്തിക്കുന്ന ഹാക്കർമാരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ വ്യക്തമായിട്ട് പഠിച്ചതാണ് ഹാക്കിംഗ് എന്താണ്, അല്ലേ? ഒരു കമ്പ്യൂട്ടറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു, ഹാക്കർമാർ ഏറ്റെടുക്കുന്നു. ആ ഹാക്കിംഗ് നടത്തുന്ന വ്യക്തികളെ ഹാക്കേഴ്സ് എന്ന് പറയുന്നു. ഹാക്കർമാർ 3 തരത്തിലാണ്: വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, അതുപോലെ തന്നെ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. നല്ല കാര്യത്തിനാണ് ഹാക്കിംഗ് നടത്തുന്നതെങ്കിൽ അത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. മോശക്കാര്യത്തിന്, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഹാക്കിംഗ് നടത്തുന്നതെങ്കിൽ അത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഇത് രണ്ടും ചില സമയങ്ങളിൽ നല്ലതും ചില സമയത്ത് മോശകാര്യങ്ങൾക്കും വേണ്ടി ഹാക്കിംഗ് നടത്തുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെ, ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഹാക്കിംഗ് നടത്തുന്ന വ്യക്തികളാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. നല്ല കാര്യങ്ങൾ, അല്ലെ, എത്തിക്കൽ ഹാക്കേഴ്സ് ആണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ഭാഗമായി കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി പ്രവർത്തിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ശരിയാണ്, അല്ലെ? ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. നല്ല കാര്യങ്ങൾക്ക്, ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് പ്രവർത്തിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്ക് ശരിയായവ കണ്ടെത്താനാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണല്ലോ. അടുത്തത്, അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ആണോ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അനധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്ന, മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഹാക്ക് ചെയ്യുന്ന വ്യക്തികളാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്താണ്? ചിലപ്പോൾ നല്ലവരായിട്ടും ചിലപ്പോൾ മോശപ്പെട്ടവരായിട്ടും പ്രവർത്തിക്കുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ പ്രസ്താവന തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അടുത്തത്, മൂന്നാമത്തെ പ്രസ്താവന, ചില സമയത്ത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആയിട്ടും ചിലപ്പോൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആയിട്ടും പ്രവർത്തിക്കുന്ന ഹാക്കർമാരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ശരിയാണല്ലോ, ശരിയാണല്ലോ. അതെ, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമാണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൻസർ ഉണ്ടോ? യെസ്, 1ഉം 3ഉം ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ.
അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റിന്റെ ആണെന്നാണ് പറയുന്നത്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിന്റെ ആണെന്നാണ് പറയുന്നത്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന്റെ ആണെന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെതാണെന്നാണ് പറയുന്നത്. ഇതിൽ ശ്രദ്ധിച്ച് ഈ പറയുന്ന ഉണ്ടാക്കിയ കമ്പനിയും സോഫ്റ്റ്വെയർ ശ്രദ്ധിച്ചതിന് ശേഷം താഴെ പറയുന്ന ഓപ്ഷൻ പ്രകാരം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. എഡ്ജ് മൈക്രോസോഫ്റ്റിന്റെ ആണോ? ആണ്. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. എഡ്ജ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിന്റെ ആണോ? അല്ല. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് അഡോബ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെതാണ്, ശരിയായിട്ടുള്ളതാണ്. ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെതാണ്, ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ 1, 3, 4 ശരി. 1, 3, 4 ഇവ മാത്രമാണ് ശരി എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർത്തു വെച്ചോണം, എഡ്ജ് മൈക്രോസോഫ്റ്റിന്റെ ആണെന്ന് ഓർത്തു വെക്കുക, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെതാണെന്ന് ഓർത്തു വെക്കുക, ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെതാണെന്ന് ഓർത്തു വെക്കുക, ഫോട്ടോഷോപ്പ് അഡോബ് കമ്പനിയുടേതാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, സൈബർ കുറ്റകൃത്യങ്ങളിൽ കമ്പ്യൂട്ടർ ഒരു ഉപകരണമാണ്, കമ്പ്യൂട്ടർ ഒരു ലക്ഷ്യമാണ്, ഇത് രണ്ടുമാണ്, ഇത് രണ്ടുമല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ ഓപ്ഷനും കൊടുത്തേക്കുന്നത്. ശ്രദ്ധിച്ചോണം, നമ്മൾ സൈബർ ലോ എന്ന് പറയുന്ന സൈബർ ക്രൈം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്തപ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് സൈബർ കുറ്റകൃത്യങ്ങൾ 2 രീതിയിലാണ് നടക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഈ പറയുന്ന കമ്പ്യൂട്ടറിനെ ലക്ഷ്യമാക്കി കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ ഒരു ഉപകരണമാക്കി, കമ്പ്യൂട്ടറിനെ ഒരു ആയുധമാക്കിയും ഈ പറയുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. കമ്പ്യൂട്ടറിനെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്, കമ്പ്യൂട്ടറിനെ വെപ്പണാക്കി വെച്ചും നടത്തുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എയും ബിയും ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എ ആൻഡ് ബി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ്? ഡീപ്പ് ഫേക്ക് നമുക്കറിയാം, ഇപ്പോൾ AI യുഗമാണ് അല്ലെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി പല തട്ടിപ്പുകളും നടക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നു വന്ന ഒരു ക്രൈമാണ് ഡീപ്പ് ഫേക്ക്. ഒരു ക്രൈമാണ്, സൈബർ ക്രൈമാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്നാണ് പറയുന്നത്. തെറ്റാണ്, അങ്ങനല്ല. വ്യാജ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോണം, വ്യാജ ചിത്രങ്ങൾ, വ്യാജ വീഡിയോകൾ AI സഹായത്തോടു കൂടി നിർമ്മിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോണം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഡീപ്പ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതിനെയാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ എക്സ്പാൻഷൻ ഓഫ് SSD റിലേറ്റഡ് മെമ്മറി ഡിവൈസ്. ഇവിടെ അബ്രീവിയേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് ഒരു ചുരുക്കെഴുത്ത്, അതിന്റെ ഫുൾ ഫോം ചോദിക്കാത്തതായിട്ട് ഒരു ചോദ്യ പേപ്പർ പോലും ഇല്ല. ഇവിടെ SSDയുടെ പൂർണ്ണ രൂപമാണ് ചോദിച്ചേക്കുന്നത്. വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. SSDയുടെ പൂർണ്ണ രൂപം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ്. ഓപ്ഷൻ സി, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് SSDയുടെ പൂർണ്ണ രൂപം. ഓക്കെ ആണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ഡിഗ്രി ലെവൽ, +2 ലെവൽ എക്സാമുകളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള കുറെ അധികം ചോദ്യങ്ങളെയൊക്കെ കോർത്തിണക്കി അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചുരുക്കെഴുത്തുകൾ ഒന്ന് നമുക്ക് ഓർത്തെടുത്തൊന്ന് പോവാം. AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ ആണല്ലോ. ALU എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. ആസ്കിയുടെ പൂർണ്ണരൂപം വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ആസ്കിയുടെ പൂർണ്ണരൂപം എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ബേസിക്കിന്റെ പൂർണ്ണരൂപം ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നാണ് ബേസിക്കിന്റെ പൂർണ്ണരൂപം. ബയോസിന്റെ പൂർണ്ണരൂപം ബേസിക്
ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. എന്താണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ് ബേസിക്കിന്റെ പൂർണ്ണരൂപം. CADന്റെ പൂർണ്ണരൂപം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നാണ് CADന്റെ പൂർണ്ണരൂപം. CD-യുടെ പൂർണ്ണരൂപം വളരെ സിമ്പിൾ ആണ്, കോമ്പാക്ട് ഡിസ്ക്. CD എന്ന് വെച്ചാൽ എന്താണ്? കോമ്പാക്ട് ഡിസ്ക് എന്നാണ്. CD-ROMന്റെ പൂർണ്ണരൂപം കോമ്പാക്ട് ഡിസ്ക് റീഡ് ഒൺലി മെമ്മറി. ഇവിടെ റോം എന്നതിന്റെ പൂർണ്ണരൂപമായിട്ട് ഒന്നുകൂടെ പഠിച്ചു വെച്ചോണം. റോം റീഡ് ഒൺലി മെമ്മറി. അപ്പൊ CD-ROM കോമ്പാക്ട് ഡിസ്ക് റീഡ് ഒൺലി മെമ്മറി. അതുപോലെ തന്നെ CPU-ന്റെ പൂർണ്ണരൂപം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ്. DRAM-ന്റെ പൂർണ്ണരൂപം ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. അതുപോലെ തന്നെ DVD-യുടെ പൂർണ്ണരൂപം ഒന്ന് ഓർത്തു വെച്ചോണം, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് അഥവാ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. EDVAC-ന്റെ പൂർണ്ണരൂപം ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നാണ്. ENIAC-ന്റെ പൂർണ്ണരൂപം ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ്. EPROM-ന്റെ പൂർണ്ണരൂപം ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ്. അപ്പോൾ ഒരു തവണ ഇതെല്ലാം ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം ചോദിച്ച അബ്രിവിയേഷൻസ് ആണ്. അടുത്തത് ഫ്ലോപ്സിന്റെ പൂർണ്ണരൂപം നമ്മൾ പറഞ്ഞതാണ്. ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ് എന്നാണ്. ഫോർട്രാനിന്റെ പൂർണ്ണരൂപം ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ്. HTML-ന്റെ പൂർണ്ണരൂപം വളരെ പ്രധാനപ്പെട്ടതാണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. HTTP-യുടെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. അതുപോലെ തന്നെ IC-യുടെ പൂർണ്ണരൂപം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ്. LAN-ന്റെ പൂർണ്ണരൂപം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. അതുപോലെ തന്നെ LCD ചോദിച്ചിട്ടുണ്ട്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ്. അതുപോലെ തന്നെ LED-യുടെ പൂർണ്ണരൂപം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. ഇതൊക്കെ മുൻകാലങ്ങളിൽ പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള അബ്രിവിയേഷൻസ് ആണ്. അതുപോലെ തന്നെ മാനിന്റെ പൂർണ്ണരൂപം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാനിന്റെ പൂർണ്ണരൂപം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. MIPS വളരെ പ്രധാനപ്പെട്ടതാണ്. MIPS മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ്. മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് എന്നാണ് MIPS-ന്റെ പൂർണ്ണരൂപം. മോഡത്തിന്റെ പൂർണ്ണരൂപം ഓർത്തു വെച്ചോണം, മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. മോഡത്തിന്റെ പൂർണ്ണരൂപം മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്നാണ്. NIC-യുടെ പൂർണ്ണരൂപം നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്നാണ്. NIC-യുടെ പൂർണ്ണരൂപം എന്താണ്? നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്നാണ്. അതുപോലെ തന്നെ OCR-ന്റെ പൂർണ്ണരൂപം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നും OMR-ന്റെ പൂർണ്ണരൂപം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ്. URL എപ്പോഴും ചോദിക്കുന്നതാണ്. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതുപോലെ തന്നെ USB-യുടെ പൂർണ്ണരൂപം യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ്. WWW-ന്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് വെബ്. 3 W ചേർന്നാൽ വേൾഡ് വൈഡ് വെബും 4 W-ന്റെ കേസാണ് ചോദിക്കുന്നെങ്കിൽ വേൾഡ് വൈഡ് വെബ് വോം എന്നാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ 3 W ചേർന്നാൽ വേൾഡ് വൈഡ് വെബും 4 W-ന്റെ ആണ് ചോദിക്കുന്നെങ്കിൽ വേൾഡ് വൈഡ് വെബ് വോം എന്നാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് എ കാറ്റഗറി ഓഫ് ഇമ്പാക്ട് പ്രിന്റർ? പ്രിന്റർ അല്ലേ? ഇതിനകത്ത് ഇമ്പാക്ട് പ്രിന്ററിൽ ഉൾപ്പെടുന്ന പ്രിന്റർ ഏതാണെന്നാണ് ചോദ്യം. പ്രിന്റർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. പ്രിന്റർ എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ആയിരുന്നോ ഔട്ട്പുട്ട് ആയിരുന്നോ? പ്രിന്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലെ. കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ പ്രിന്റ് ചെയ്ത് നമ്മളിലേക്ക് കിട്ടുന്ന ഉപകരണമാണ് പ്രിന്റർ എന്ന് പറയുന്നത്. പ്രിന്ററിന് വേറൊരു പേരുണ്ടല്ലോ. എന്തായിരുന്നു പ്രിന്ററിന്റെ മറ്റൊരു പേര്? ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്ന ഉപകരണമാണ് പ്രിന്റർ എന്ന് പറയുന്നത്. നോക്കാം, ഇവിടെ ഇമ്പാക്ട് പ്രിന്ററിൽ ഉൾപ്പെടുന്ന പ്രിന്റർ ഏതാണെന്നാണ് ചോദ്യം. ഇമ്പാക്ട് പ്രിന്ററിൽ ഉൾപ്പെടുന്ന പ്രിന്റർ ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, പ്ലോട്ടർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. നമ്മൾ പഠിച്ചതാണ്. ഇമ്പാക്ട് പ്രിന്ററിൽ ഉൾപ്പെടുന്ന പ്രിന്റർ ആണ് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇമ്പാക്ട് പ്രിന്ററിൽ ഉൾപ്പെടുന്ന പ്രിന്റർ ആണ് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത്. നോക്കാം, പ്രിന്ററിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നമ്മൾ പെട്ടെന്ന് ഒന്ന് ഓർത്തെടുത്തൊന്ന് പോവാണ്. പ്രിന്ററിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇമ്പാക്ട് പ്രിന്റർ എന്നും നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നും. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പ്രിന്റർ ആണ് ഇമ്പാക്ട് പ്രിന്റർ.
എന്നാൽ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിന്ററാണ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. നേരത്തെ ഈ പറയുന്ന പേപ്പറും മെഷീനും തമ്മിൽ ഒരു ക്ലോസ് കോണ്ടാക്റ്റിലായിരുന്നു. ഭയങ്കര ഒരു സൗണ്ട് കേട്ട് ഓരോ ക്യാരക്ടർ വൈസ് ആയിട്ട് ടൈപ്പ് ചെയ്തായിരുന്നു പ്രിന്റ് ചെയ്ത് കിട്ടിയിരുന്നത്. എന്നാൽ നിലവിൽ ഉപയോഗിക്കുന്ന പ്രിന്റർ നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. പേപ്പറും മെഷീനുമായി യാതൊരുവിധ ക്ലോസ് കോണ്ടാക്റ്റും ഇല്ലാത്ത ടൈപ്പ് ഓഫ് പ്രിന്റർ ആണ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് അറിയപ്പെടുന്നത്. ഇമ്പാക്റ്റ് പ്രിന്ററിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ പ്രിന്റർ എന്നും ലൈൻ പ്രിന്റർ എന്നും. അറ്റ് എ ടൈം ഒരു ക്യാരക്ടർ പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററുകളാണ് ക്യാരക്ടർ പ്രിന്റർ. അറ്റ് എ ടൈം ഒരു ലൈൻ മുഴുവനായിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടുന്ന പ്രിന്ററുകളാണ് ലൈൻ പ്രിന്റർ എന്ന് പറയുന്നത്. ക്യാരക്ടർ പ്രിന്ററിന് ഉദാഹരണങ്ങൾ രണ്ടെണ്ണമാണ്, ഡോട്ട് മാട്രിക്സ് പ്രിന്ററും ഡെയ്സി വീൽ പ്രിന്ററും. അതുപോലെ തന്നെ ലൈൻ പ്രിന്ററിൽ ഉൾപ്പെടുന്നതാണ് ഡ്രം പ്രിന്ററും ചെയിൻ പ്രിന്ററും. അപ്പോൾ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ പ്രിന്റർ ആണ്, അതോടൊപ്പം ഒരു ഇമ്പാക്റ്റ് പ്രിന്ററിന് ഉദാഹരണമാണ്. നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, അതോടൊപ്പം തന്നെ ഒരു പ്രിന്റർ കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം, തെർമൽ പ്രിന്റർ. ഇങ്ക് ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ, അതുപോലെ തന്നെ ലേസർ പ്രിന്റർ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ നോൺ ഇമ്പാക്റ്റ് പ്രിന്ററിന് ഉദാഹരണമാണ്. അപ്പോൾ പ്രിന്റർ എന്ന് പറയുന്ന ഒരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് ഓർത്ത് വെക്കുക. എന്താണ് ഹാർഡ് കോപ്പി? പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഹാർഡ് കോപ്പി. പ്രിന്റ് ചെയ്യാതെ മോണിറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോഫ്റ്റ് കോപ്പി. ഓർത്ത് വെച്ചോണം, പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഹാർഡ് കോപ്പി, പ്രിന്റ് ചെയ്യാതെ മോണിറ്ററിൽ നമുക്ക് മാത്രം കാണാൻ പറ്റുന്നത് സോഫ്റ്റ് കോപ്പി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബ്രൗസർ? ഈ തന്നിരിക്കുന്നവയിൽ ബ്രൗസർ അല്ലാത്തത് ഏത്? സെർച്ച് എഞ്ചിൻ ഏത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ. സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ഓക്കെ, ഇവിടെ ബ്രൗസർ അല്ലാത്തത് ഏത്? നോട്ട് എ ബ്രൗസർ, അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്നത് ഒരു ബ്രൗസറാണ്. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന് പറയുന്നത് ഒരു ബ്രൗസറാണ്. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു ബ്രൗസറാണ്. അപ്പോൾ ഓപ്ഷൻ ബി യൂട്യൂബ് ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. യൂട്യൂബ് ഒരു ബ്രൗസറിന് ഉദാഹരണമല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ബ്രൗസേഴ്സിന് ഉദാഹരണം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, ഗൂഗിൾ ക്രോം. ഓക്കെ ആണല്ലോ. ഇതിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് യൂട്യൂബ് ആണെന്ന് ഓർത്തു വെക്കുക. നോക്കണേ, വളരെ പ്രധാനപ്പെട്ട ബ്രൗസേഴ്സ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേര, സഫാരി, മൊസൈക്ക്, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ബ്രൗസേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓർത്ത് വെച്ചോണം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബ്രൗസറിന് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗൂഗിൾ ക്രോമും ഇന്റർനെറ്റ് എക്സ്പ്ലോററും മോസില്ല ഫയർഫോക്സും ഒപ്പേരയും സഫാരിയും നെറ്റ്സ്കേപ്പ് നാവിഗേറ്ററും ഒക്കെ ഈ ബ്രൗസേഴ്സിന് ഉദാഹരണമാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻ ഉദാഹരണങ്ങളാണ് ഗൂഗിള്, ബിങ്, യാഹു, ആസ്ക്, ഡക്ഡക്ഗോ, ബെയ്ഡു, യാൻഡെക്സ്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനാണ് ബിങ്. ഓക്കെ ആണല്ലോ, മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനാണ് ബിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡക്ഡക്ഗോ എന്ന് പറയുന്ന യൂസറിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡക്ഡക്ഗോ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ബ്രൗസേഴ്സും വളരെ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളുമാണ് തന്നേക്കുന്നത്. ഇതിനകത്ത് നിന്നൊക്കെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത്, when was the internet launched in India? ഇന്ത്യയിൽ ഇന്റർനെറ്റ് ലോഞ്ച് ചെയ്ത വർഷമാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചേക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ ആൻസറിലേക്ക് പോകുന്നു. 1995 ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൺ ഓഗസ്റ്റ് 15, 1995 ഓഗസ്റ്റ് 15 VSNL എന്ന് പറയുന്ന ഒരു പ്രൊവൈഡർ ആണ് ഇന്റർനെറ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഓക്കെ ആണല്ലോ, VSNL ആണ് അത് പ്രൊവൈഡ് ചെയ്തത്. VSNLന്റെ പൂർണ്ണ രൂപ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നു? ഇന്റർനെറ്റ് സംവിധാനം കൊണ്ടുവന്നു. അടുത്ത ചോദ്യം, വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ഒരു ബന്ധമാണ് നമ്മൾ കണ്ടെത്തുന്നത്. കോബോൾ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ പ്രകാരം നമ്മൾ എഴുതണം.
വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ കോബോൾ എന്താണ്? കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണെന്ന് പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ ഗെയിം ആണെന്ന് പറയുന്നുണ്ട്, ഇൻപുട്ട് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ്. എന്താണ് കോബോൾ? പഠിച്ചു വെക്കുക. കോബോൾ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ? കോബോൾ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണെന്ന് ഓർത്തു വെക്കുക. നോക്കണേ, കോബോൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. വാണിജ്യപരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത് കോബോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണേ? നോക്കാം അടുത്ത ചോദ്യം. വാട്ട് ഈസ് ഫിഷിംഗ്? എന്താണ് ഫിഷിംഗ് എന്ന് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു സൈബർ ക്രൈം ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ആ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറയുകയാണ് ഫിഷിംഗ് രണ്ട് തരത്തിലാണ്, വിഷിംഗും ഉണ്ട്, സ്മിഷിംഗും ഉണ്ട്. സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്, സെൻസിറ്റീവ് എന്നുള്ള വാക്ക് ഓപ്ഷനിലുണ്ടെങ്കിൽ അതാണ് ഫിഷിംഗുമായി ബന്ധപ്പെട്ട ചോദ്യം, ഓപ്ഷൻ എന്ന് പറയുന്നത്. നോക്കട്ടെ, ആൻ അറ്റംപ്റ്റ് ടു ഒബ്റ്റെയിൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫ്രം എ കമ്പ്യൂട്ടർ സിസ്റ്റം, അതാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ അല്ലെങ്കിൽ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൈബർ ക്രൈം ആണ് എന്തെന്ന് പറയുന്നത്? ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ വളരെ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന, വളരെ പേഴ്സണലായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള കുറേ അധികം ഇൻഫർമേഷൻസ്, ഈ പറയുന്ന യൂസർ ഐ ഡി, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്, ഇതൊക്കെ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കൈക്കലാക്കുകയാണെങ്കിൽ ആ അത്തരത്തിലുള്ള സൈബർ ക്രൈമിനെ പറയുന്ന പേരാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. SMS മുഖേനയാണ് ഈ പറയുന്ന നമ്മുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഈ പറയുന്ന ക്രിമിനൽ വാങ്ങുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്മിഷിംഗ് എന്നും, അതുപോലെ തന്നെ കോൾ മുഖാന്തരം നമ്മുടെ ഈ സെൻസിറ്റീവ് ഇൻഫർമേഷൻ മോഷ്ടിക്കുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് വിഷിംഗ് എന്നുമാണ്. ഓർത്തു വെച്ചോണം. അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഡേ? വെൻ ഈസ് ഇന്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി ഡേ എന്നാണ്. കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണെന്നാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ടാണ്, എപ്പോഴും ചോദിക്കുന്ന ദിനമാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? നവംബർ 30 ആണ്. ഓർത്തു വെച്ചോണം, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്നാണെന്ന് ചോദിച്ചാൽ നവംബർ 30 ആണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ദിവസമാണ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ. ഓക്കെ ആണല്ലോ? കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ അഥവാ കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഡിസംബർ 2. അപ്പോൾ കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30, കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇന്റർനെറ്റ് ഡേ എന്നാണ് ചോദ്യമെങ്കിൽ അത് ഒക്ടോബർ 29. ഇന്റർനാഷണൽ ഇന്റർനെറ്റ് ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 29. അടുത്ത ചോദ്യം, ഹാർഡ് കോപ്പി ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിനകത്ത് ഈ പറയുന്നത് എന്താണ് ഹാർഡ് കോപ്പി, എന്താണ് സോഫ്റ്റ് കോപ്പി എന്നൊക്കെ പറഞ്ഞതാണ്. ഹാർഡ് കോപ്പി എന്ന് വെച്ചാൽ എന്താണ്? പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ സഹായമില്ല, പേപ്പർ രൂപത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. പേപ്പർ രൂപത്തിൽ അല്ലാതെ ഈ പറയുന്ന മോണിറ്റർ ഡിസ്പ്ലേ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഹാർഡ് കോപ്പി നമുക്ക് കിട്ടാൻ സഹായിക്കുന്നത് ആരൊക്കെയാണ്? ലൈൻ പ്രിന്റർ, ലേസർ പ്രിന്റർ, പ്ലോട്ടർ. ഓപ്ഷൻ ഓൾ ഓഫ് ദീസ്. ഓർത്തു വെക്കുക, ഈ പറയുന്ന പ്രിന്ററിന്റെ ടൈപ്പാണ് ഈ പറയുന്ന ലേസറും ലൈൻ പ്രിന്ററും ഒക്കെ. അതുപോലെ തന്നെ പ്ലോട്ടറും ഒരു തരത്തിൽ പറഞ്ഞ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റ് ചെയ്ത് ഈ പറയുന്ന ഗ്രാഫിക്കൽ മാപ്പുകളും ഒക്കെ പ്രിന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് ലൈൻ പ്രിന്റർ, ലേസർ പ്രിന്റർ, പ്ലോട്ടർ ഒക്കെ. അടുത്ത ചോദ്യം, the repeated use of electronic communication to harass or frighten someone, for example for sending threatening email, is called. ഇവിടെ ഈ പറയുന്ന ഇമെയിൽ മുഖാന്തരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് ഏതെങ്കിലും വ്യക്തികളെ ഹരാസ് ചെയ്യുക, ത്രട്ടൺ ചെയ്യുക, ഭയപ്പെടുത്തുക, ഇതൊക്കെ ഏത് തരത്തിലുള്ള സൈബർ കുറ്റകൃത്യമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് സൈബർ സ്റ്റോക്കിംഗ് ആണ്. ഓർത്തു വെച്ചോണം, സൈബർ സ്റ്റോക്കിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഇമെയിലിന്റെ സഹായത്തോടു കൂടിയൊക്കെ ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യുക, ഫ്രൈറ്റൻ ചെയ്യുക, ഇതൊക്കെ ത്രട്ടൺ ചെയ്യുക, ഇതൊക്കെ ഏത് തരത്തിലുള്ള സൈബർ കുറ്റകൃത്യമാണെന്ന് ചോദിച്ചാൽ സൈബർ സ്റ്റോക്കിങ്ങിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യമാണ്. ഓർത്തു വെക്കുക. അടുത്ത ചോദ്യമാണ്, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഹാഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ്.
ഒന്നാം തലമുറയിൽ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ് വാക്വം ട്യൂബ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷനിലാണെന്ന് ഓർത്തു വെക്കുക. തേർഡ് ജനറേഷനിൽ ഈ പറയുന്ന IC ചിപ്പുകളും ഫോർത്ത് ജനറേഷനിൽ മൈക്രോ പ്രോസസ്സറും ഒക്കെയാണ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വാക്വം ട്യൂബും ആൻഡ് മാഗ്നറ്റിക് ഡ്രമ്മും ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ആണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സൈബർ ക്രൈം? ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ സൈബർ ക്രൈം ഏതാണെന്നാണ് ചോദ്യം. ഹാക്കിങ്, ഡിഫമേഷൻ, ക്രാക്കിങ് ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഹാക്കിങ്, ഡിഫമേഷൻ, ക്രാക്കിങ്. ഹാക്കിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരാൾ അല്ലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഒരാളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അയാളുടെ ഈ പറയുന്ന ഡേറ്റകളൊക്കെ ആക്സസ് ചെയ്ത് കൺട്രോൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യത്തെ പറയുന്ന പേരാണ് ഹാക്കിങ്. അതുപോലെ തന്നെ ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരാളെ അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ, അയാളെ ഈ പറയുന്ന വ്യക്തിഹത്യ നടത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഡിഫമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർനെറ്റ്, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഡേറ്റകളെയൊക്കെ നശിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള മൂന്നെണ്ണവും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ് ആണ്. അടുത്തത്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുത്തുന്ന തെറ്റിനെ പറയുന്ന പേര്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുത്തുന്ന തെറ്റിനെ പറയുന്ന പേരാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ബഗ്ഗാണ്. ഓർത്തു വെച്ചോണം, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുത്തുന്ന തെറ്റുകളെ പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ ബഗ്ഗുകളാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന കമ്പ്യൂട്ടർ തെറ്റുകളെ തിരുത്തണമല്ലോ, തെറ്റ് തിരുത്തണമല്ലോ, ആ തെറ്റ് തിരുത്തുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെ പറയുന്ന പേരാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുത്തുന്ന തെറ്റുകളെ പറയുന്ന പേര് ബഗ് എന്നും ആ ബഗ്ഗിനെ തിരുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെ പറയുന്ന പേര് ഡീബഗ്ഗിംഗ് എന്നുമാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ ഒരു സെർച്ച് എഞ്ചിൻ ഏതാണെന്നാണ് ചോദ്യം. മോസില്ല ഫയർഫോക്സ്, അവീറ, ഗൂഗിൾ ക്രോം, ബിങ്, ഇതൊക്കെ ഇതിനകത്ത് ഏതാണ് സെർച്ച് എഞ്ചിൻ? ഓർത്തു വെക്കുക, ഈ പറയുന്ന ബിങ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഓർത്തു വെച്ചോണം, ബിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. ബാക്കിയെല്ലാം എന്താണ്? വെബ് ബ്രൗസേഴ്സിന് ഉദാഹരണമാണ്. നോടെ, ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ ആർച്ചിയും, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുരുജിയുമാണെന്ന് ഓർത്തു വെക്കുക. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്നാണ് ചോദ്യമെങ്കിൽ ആർച്ചി, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുരുജിയാണ്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്കെതിരായോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ, മൊബൈൽ, സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവ വഴി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്ന കുറ്റം അറിയപ്പെടുന്ന പേര്. അപകീർത്തിപ്പെടുത്തുക എന്നുള്ള വാക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോ, അത്തരത്തിലുള്ള കുറ്റകൃത്യത്തെ പറയുന്ന പേരാണ് സൈബർ ഡിഫമേഷൻ. സൈബർ ഡിഫമേഷൻ എന്ന് പറയുന്നാൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇമെയിലുകൾ, മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ പറയുന്ന പേരാണ് സൈബർ ഡിഫമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈബർ സ്റ്റോക്കിംഗ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഈ പറയുന്ന ത്രെറ്റ് ആൻഡ് ഹരാസ് ചെയ്യുകയാണെങ്കിൽ അത് സൈബർ സ്റ്റോക്കിംഗ് ആണ്. അതുപോലെ തന്നെ സലാമി അറ്റാക്ക്, ഒന്ന് ഓർത്ത് വെച്ചോണം, സലാമി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് എംപ്ലോയീസ് നടത്തുന്ന ഒരു കുറ്റകൃത്യമാണ് അല്ലെ. ഈ പറയുന്ന ബാങ്കിലുള്ള കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ടുകൾ ഡിഡക്റ്റ് ചെയ്ത് ഒരു വലിയ എമൗണ്ട് ആയിട്ട് കൈപ്പറ്റുന്ന അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ പറയുന്ന പേരാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. ഇമെയിൽ ബോംബിങ്ങും അതുപോലെയുള്ള മറ്റൊരു കുറ്റകൃത്യമാണ്. ഒരാളുടെ അക്കൗണ്ടിലോട്ട് ഒരേ തരത്തിലുള്ള ഇമെയിൽ സന്ദേശങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ബൾക്കായിട്ട് അയക്കുകയാണെങ്കിൽ, അങ്ങനെ അയാളുടെ ആ ഒരു സെർവറിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യമാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കെതിരായോ കമ്പനിക്കെതിരായോ അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യമാണ് സൈബർ ഡിഫമേഷൻ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം,
ഇന്റർനെറ്റ്, ഇമെയിൽ, ഫോൺ കോൾ, ടെക്സ്റ്റ് മെസ്സേജ്, വെബ് ക്യാമറ, വെബ്സൈറ്റ്, വീഡിയോ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണിയെ സൈബർ സ്റ്റോക്കിംഗ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവുകയാണ്. കമ്പ്യൂട്ടർ എക്സ്പെർട്ടുകൾ ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ തട്ടിപ്പുകളാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് ഒരേപോലെയുള്ള ഇമെയിലുകൾ തുടർച്ചയായി അയക്കുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്കെതിരായോ സ്ഥാപനത്തിനെതിരായോ അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യമാണ് സൈബർ ഡിഫാമേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ട്രാൻസ്ലേറ്റേഴ്സ് ആർ പ്രോഗ്രാംസ് യൂസ്ഡ് ടു കൺവേർട്ട് എ പ്രോഗ്രാം റിട്ടേൺ ഇൻ അതർ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. വിച്ച് ആം ദ ഫോളോയിങ് ആർ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ലേറ്റർ? നമുക്കറിയാം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. ആ മെഷീൻ ലാംഗ്വേജിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ അതിനെ കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ അവിടെ ചില ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണെന്ന്? അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ആൻസർ ഈ പറഞ്ഞിട്ടുള്ള 3 എണ്ണവും ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിന് ഉദാഹരണമാണ്. ഓൾ ആർ കറക്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഏതൊക്കെയാണ്. ഒന്നാമത്തെ കേസ്, അസംബ്ലർ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? അസംബ്ലർ എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജിനെ മിഷൻ ലെവലാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ ഇന്റർപ്രറ്റർ എന്താണ്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മെഷീൻ ലെവലാക്കുന്നു. എങ്ങനെ? ലൈൻ ബൈ ലൈൻ. ഈ ഒരു വാക്കൊന്ന് ഓർത്തു വെച്ചോണം. ലൈൻ ബൈ ലൈൻ ആയിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിനെ മിഷൻ ലെവൽ ആക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിനെ പറയുന്ന പേരാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പൈലർ എന്തുവാണ്? ഇതും ഹൈ ലെവൽ ലാംഗ്വേജിനെ മിഷൻ ലെവലാക്കുന്നതാണ്. പക്ഷേ ഒറ്റയടിക്ക് ഒരേ സമയത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സഹായിക്കുന്നെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് ഒരു ലാംഗ്വേജിനെ മറ്റൊരു ലാംഗ്വേജ് ആക്കാൻ സഹായിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? കമ്പൈലർ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. അടുത്തത്, നെറ്റ്വർക്ക് സിസ്റ്റം യൂസ്ഡ് ഫോർ കേബിൾ ടി വി നെറ്റ്വർക്ക്. ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. കേബിൾ ടി വി നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? നെറ്റ്വർക്ക് ടൈപ്പ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് മാൻ ആണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. കേബിൾ ടി വിയിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണെന്ന് വെച്ചാൽ മാൻ ആണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതുപോലെ തന്നെ ഈ പറയുന്ന പാൻ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു വ്യക്തി പരസ്പരം അടുത്തടുത്ത് നിൽക്കുന്ന ചെറിയ ചെറിയ ഡിവൈസുകൾ വളരെ ദൂരം കുറഞ്ഞ ഏരിയയിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള നെറ്റ്വർക്കാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ പറയുന്ന ബ്ലൂടൂത്ത്, വൈഫൈ ഒക്കെ ഈ പറയുന്ന പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു ഓഫീസിനകത്ത് ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു നെറ്റ്വർക്ക് രീതിയെ പറയുന്ന പേരാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം, ഒരു ഭൂഖണ്ഡം മുഴുവൻ ഇന്റർനെറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. കേബിൾ ടി വിയിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. നോക്കിയേ, എ ലാൻ ഈസ് എ നെറ്റ്വർക്ക് യൂസ്ഡ് ഇൻ ആൻ ഓഫീസ് ഓർ ക്ലാസ് റൂം. ഓഫീസ് അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ ആ ഒരു പ്രവർത്തന പരിധിയിലാണെങ്കിൽ അത് ലാൻ ആണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ദ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് കൺട്രീസ്. രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഇന്റർനെറ്റ്. പാൻ ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് പ്രൈവറ്റ് ഡിവൈസസ്. ഈ പറയുന്ന മൊബൈൽ ടു മൊബൈൽ, ബ്ലൂടൂത്ത് വഴിയൊക്കെ കണക്ഷൻ ചെയ്യുന്നത് ഏത് തരം നെറ്റ്വർക്ക് ആണെന്ന് ചോദിച്ചാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദ റോങ് പെയർ ഫ്രം ദ കംപ്ലീറ്റ് ഫോം ഗിവൺ ബിലോ. ഇവിടെ റോങ് ആയിട്ടുള്ളത് ഇതാണെന്നാണ് ചോദ്യം. ബിറ്റ് ബൈനറി ഡിജിറ്റ് ആണ്. CD കംപ്രസ്ഡ് ഡിസ്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റോം റീഡ് ഒൺലി മെമ്മറി എന്നാണ് പറയുന്നത്. ശരിയാണ്, നമ്മൾ പഠിച്ചതാണ്. റോം എന്ന് പറയുന്നത് റീഡ് ഒൺലി മെമ്മറി ആണ്. എന്നാൽ CD എന്ന് പറയുന്നത് കംപ്രസ്ഡ് ഡിസ്ക് ആണോ? അല്ല, കോമ്പാക്ട് ഡിസ്ക് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ തെറ്റായിട്ടുള്ളത് CD എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, 1ഉം 3ഉമാണ് കറക്റ്റ്. ഇവിടെ തെറ്റായിട്ടുള്ളതാണോ ചോദിച്ചേക്കുന്നത്? നോക്കാം. ചൂസ് എ റോങ് പെയർ. തെറ്റായിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണേ.
അടുത്ത ചോദ്യം, ഈ ലിസ്റ്റ് എ ടു ബി, ലിസ്റ്റ് എയും ലിസ്റ്റ് രണ്ടും കൂടെ മാച്ച് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചതാണ് മൗസ് കണ്ടുപിടിച്ചത്, മൗസ് ഇൻവെന്റ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ ഡഗ്ലസ് ഏഞ്ചൽബർട്ട് ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ വാക്വം ട്യൂബ് കണ്ടുപിടിച്ച ആരാണെന്ന് വെച്ചാൽ ജോൺ എ ഫ്ലെമിംഗ് ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ചത് റെയ്നോൾഡ് ജോൺസൺ ആണ്. അതുപോലെ തന്നെ ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ച ആരാണെന്ന് വെച്ചാൽ അലൻ ഷുഗാർട്ട് ആണ്. അപ്പോൾ ആൻസർ എന്ന് നോക്കാം, 1B ആണ്. 1B വരുന്ന കേസുകൾ 2 അടുത്ത നോക്കാം, വാക്വം ട്യൂബ് 2C ആണ്. 1B 2C 3A 4D. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കണ്ടുപിടുത്തം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. ഓരോന്നും കണ്ടുപിടിച്ച് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത്, ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലാത്ത, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. ശരിയാണല്ലോ, അയക്കാം. ഇമെയിൽ വഴി നമുക്ക് ഈ പറയുന്ന ഓഡിയോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, പിക്ചർ ആയിക്കോട്ടെ നമുക്ക് അയക്കാം. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ ഒരു പരിസ്ഥിതി സൗഹൃദമാണ്. ശരിയാണോ? ആണ്. അടുത്തത്, ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? നോക്കാം. ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഡി ശരിയാണ്, ബി ശരിയാണ്, എ ശരിയാണ്. സിയിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. ഓർത്തു വെക്കുക, ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഓർത്തു വെച്ചോണം, ഇമെയിൽ മുഖാന്തരമാണ് ആദ്യമായിട്ട് വൈറസുകളൊക്കെ സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്ന് പറയുന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്, ശരിയല്ലാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണെന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, റീസെന്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഓഗമെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി. ഏതാണ് ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഓർത്തു വെച്ചോണം, യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന തരത്തിലുള്ള ടെക്നോളജിയെ പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ ഓഗമെന്റഡ് റിയാലിറ്റി ആണ്. ഓർത്തു വെച്ചോണം, ഓപ്ഷൻ സി ആണ്. എല്ലാവരുടെ മനസ്സ് വെർച്വൽ റിയാലിറ്റിയിലോട്ട് പോകും. ആൻസർ അതല്ല. യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ കൊണ്ടുവരികയാണെങ്കിൽ, യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ കൊണ്ടുവരുവാണെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് ഓഗമെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ വിർച്വൽ റിയാലിറ്റി നമുക്കറിയാം, നമ്മളൊരു വിർച്വൽ ലോകത്തേക്ക്, അല്ലെ, നമ്മളൊരു യഥാർത്ഥമല്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണെങ്കിൽ അത് വിർച്വൽ റിയാലിറ്റി. എന്നാൽ ഓഗമെന്റഡ് റിയാലിറ്റി എന്ന് വെച്ചാൽ യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകളെ കൊണ്ടുവരുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് ഓഗമെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡാറ്റ ഡിഡ്ലിംഗ് എന്നാൽ എന്താണ്? ഡാറ്റ ഡിഡ്ലിംഗ് ഓർത്തു വെക്കുക, ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു സൈബർ കുറ്റകൃത്യമാണ്. അത് ആദ്യം ഓർത്തു വെക്കുക. എന്താണ് ഡാറ്റ ഡിഡ്ലിംഗ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓർത്തു വെച്ചോണം, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോഴോ അതിനു മുമ്പോ മനഃപൂർവ്വം വിവരങ്ങളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന കുറ്റകൃത്യമാണ് എന്തെന്ന് പറയുന്നത് ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന അവസരത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ മനഃപൂർവ്വം വിവരങ്ങളിൽ മാറ്റം വരുത്തുന്ന കുറ്റകൃത്യത്തെ പറയുന്ന പേരാണ് ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആക്ട് ദാറ്റ് മേക്ക് ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ് കം അണ്ടർ വിച്ച് സെക്ഷൻ? വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ. IT ആക്ട് 2000 എപ്പോഴും ആവർത്തിക്കുന്ന കുറച്ചധികം സെക്ഷനുകളുണ്ട്. നമ്മൾ അതെല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസുകളുടെ സഹായത്തോടു കൂടി കമ്പ്യൂട്ടർ ഡോക്യുമെന്റുകൾ നശിപ്പിക്കുന്ന അത്തരത്തിലുള്ള കുറ്റകൃത്യം, ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ് ആണ് ചോദ്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 65 ആണ്. കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകളിൽ ടാമ്പറിംഗ് വരുത്തുക, അതുമായി റിലേറ്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 65 ആണ്. അടുത്ത ചോദ്യം,
മോഷ്ടിച്ച കമ്പ്യൂട്ടർ റിസോഴ്സസോ ആശയവിനിമയ ഉപകരണങ്ങളോ മോഷണ മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓർത്തുവെക്കുക, സെക്ഷൻ 66B ആണ്. റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ ഡിവൈസസ്. ഈ പറയുന്ന മോഷ്ടിച്ച മുതലാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ വസ്തു നമ്മൾ വാങ്ങുകയാണ്, മോഷ്ടിച്ച വസ്തു നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതും ഒരു കുറ്റകൃത്യമാണ്. ഏത് സെക്ഷൻ പ്രകാരമാണ് അത് കുറ്റകൃത്യമാകുന്നത്? സെക്ഷൻ 63, സെക്ഷൻ 66B പ്രകാരമാണ്. ഓർത്തു വെച്ചോണം, സെക്ഷൻ 66A എന്താണെന്ന് നമുക്കറിയാം അല്ലെ, സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ആണ്. സെക്ഷൻ 66A സെൻഡിങ് ഒഫൻസീവ് മെസ്സേജുകളാണ്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. സെക്ഷൻ 66E പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി, സ്വകാര്യതാ ലംഘനമാണ് സെക്ഷൻ 66E പറയുന്നത്. സെക്ഷൻ 66F പണിഷ്മെന്റ് ഫോർ സൈബർ ടെററിസം. ശരിയാണോ? യെസ്, ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷനും ശരിയാണ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അപ്പോൾ 66E എന്തിനെ പറ്റി പറയുന്നു? പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി. സെക്ഷൻ 66F എന്തിനെ പറ്റി പറയുന്നു? പണിഷ്മെന്റ് ഫോർ സൈബർ ടെററിസം ആണ്. അടുത്തത്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 കെയിം ഇൻ ടു ഫോഴ്സ്. IT ആക്ട് 2000 നിലവിൽ വന്ന ഡേറ്റ് വളരെ പ്രധാനമായിട്ട് ഓർത്തു വെച്ചോണം. IT ആക്ട് നിലവിൽ വന്ന ഡേറ്റ് എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ 2000 ഒക്ടോബർ 17 ആണ്. IT ആക്ട് 2000 നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? 2000 ഒക്ടോബർ 17 ആണ്. ഇനി ഇന്ത്യയിൽ സൈബർ നിയമം പാസ്സാക്കിയത് 2000 ജൂൺ 9. ഓർത്തോണം, IT ആക്ട് പാസ്സാക്കിയത് എന്നാണ് ചോദ്യമെങ്കിൽ 2000 ജൂൺ 9. അത് നിലവിൽ വന്ന ഡേറ്റ് ആണ് ചോദ്യമെങ്കിൽ 2000 ഒക്ടോബർ 17. ഈ രണ്ട് ഡേറ്റും മറക്കാതെ പഠിച്ചു വെക്കുക. IT ആക്ട് 2000 പാസ്സാക്കിയത് 2000 ജൂൺ 9, അത് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. ഈ IT ആക്ടിൽ എത്ര ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 13 ചാപ്റ്ററുകളും, എത്ര സെക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 94 സെക്ഷനുകളും, എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 4 ഷെഡ്യൂളുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓർത്തു വെച്ചോണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ പറയുന്ന സൈബർ നിയമം IT ആക്ട് 2000 അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. അതെന്നാണെന്ന് ചോദിച്ചാൽ 2008 ഡിസംബർ 23-നാണ് അത് പ്രാബല്യത്തിൽ വന്നത്. IT ആക്ട് അമെൻമെന്റ് ആക്ട് 2008 പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ 2009 ഒക്ടോബർ 27-നാണ്. ഓർത്തു വെച്ചോണം, ഇതെല്ലാം ഡേറ്റുകൾ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അമെൻമെന്റ് ആക്ടിലെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ചാപ്റ്ററുകൾ 14 സെക്ഷനുകൾ 124 സെക്ഷനുകളും, എത്ര ഷെഡ്യൂളുകൾ 2 ഷെഡ്യൂളുകളുമായിട്ടും മാറിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ IT ആക്ട് 2000 IT ആക്ട് 2008 തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഓർത്തു വെക്കുക. അടുത്തത്, ദ ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു എൻഫോഴ്സ് സൈബർ ലോ. സൈബർ നിയമം പാസ്സാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ആൻസറിലേക്ക് വരുന്നു. ആൻസർ സിംഗപ്പൂരാണ്. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സിംഗപ്പൂരാണ്. നോക്കണേ, വളരെ പ്രധാനപ്പെട്ട എക്സാമിന് മാറി ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യമായിട്ട് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. എന്നാൽ കേരളത്തിൽ എവിടെയാണ് സൈബർ പോലീസ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പട്ടത്താണ്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഭോപ്പാലിലാണ്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ വളരെ പ്രധാനപ്പെട്ടയാണ്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ദ സിറ്റി വിച്ച് ഈസ് നോൺ ആസ് സൈബറാബാദ്. സൈബറാബാദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ് ആണ്. സൈബർ സ്റ്റേറ്റ്, ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇതൊക്കെ മാറി ഓരോ എക്സാമിനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഇൻ IT ആക്ട് സെക്ഷൻ 66E ഡീൽസ് വിത്ത്. 66E എന്തുമായി ബന്ധപ്പെട്ടാണ്? നമ്മൾ കുറച്ചു മുമ്പ് ചർച്ച ചെയ്തതാണ്. സെക്ഷൻ 66E എന്താണെന്ന് ചോദിച്ചാൽ വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. സെക്ഷൻ 66E ഡീൽസ് വിത്ത് വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 66F ആണ്. സെക്ഷൻ 66F സൈബർ ടെററിസം. അടുത്തത് നോക്കണേ, വളരെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഒന്ന് ഓടിച്ചു പോവാണ്.
സെക്ഷൻ 66A പണിഷ്മെന്റ് ഫോർ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്. ഒഫൻസീവ് മെസ്സേജുകൾ അയക്കുന്നത് മൂലം ഉണ്ടാകുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 66A പറയുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിലില്ലാത്ത സെക്ഷനാണ് സെക്ഷൻ 66A എന്ന് പറയുന്നത്. സെക്ഷൻ 66B എന്ന് വെച്ചാൽ പണിഷ്മെന്റ് ഫോർ ഡിസോണസ്റ്റി റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഇപ്പോൾ പറയുന്ന മോഷ്ടിച്ച മുതലുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതും ഒരു കുറ്റകൃത്യമാണ് സെക്ഷൻ 66B പ്രകാരം. അതുപോലെ തന്നെ സെക്ഷൻ 66C പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ആരുടെയെങ്കിലും ഈ പറയുന്ന സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കുകയാണെങ്കിൽ അത് 66C പ്രകാരം കുറ്റകൃത്യമാണ്. 66D എന്നാണെന്ന് വെച്ചാൽ ചീറ്റിംഗ് ബൈ പേഴ്സണൈസേഷൻ, ആൾമാറാട്ടം നടത്തി ഒരാളെ ചതിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 66D പ്രകാരം കുറ്റകൃത്യമാണെന്ന് ഓർത്തുവെക്കുക. അടുത്ത ചോദ്യമാണ്, സ്പാമിംഗ്, ഹാക്കിംഗ് പോലുള്ള സൈബർ സുരക്ഷാ ഭീഷണികൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള നോഡൽ ഏജൻസിയുടെ പേര് ഏതാണെന്നാണ് ചോദ്യം. ഓർത്തുവെക്കുക, സ്പാമിംഗ്, ഹാക്കിംഗ് പോലുള്ള സൈബർ സുരക്ഷാ ഭീഷണികൾ കൈകാര്യം ചെയ്യാനുള്ള നോഡൽ ഏജൻസിയുടെ പേരാണ് സെർട്ട് ഇൻ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോണം, സെർട്ട് ഇന്നിന്റെ പൂർണ്ണ രൂപവും ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്നാണ് സെർട്ട് ഇന്നിന്റെ പൂർണ്ണ രൂപം. അടുത്തത്, what is സെക്ഷൻ 67B ഓഫ് IT ആക്ട് റിലേറ്റഡ് വിത്ത്? സെക്ഷൻ 67B എന്തുമായി ബന്ധപ്പെട്ടാണ്? നമ്മൾ പഠിച്ചാണ് 67B ഡീൽ ചെയ്യുന്നത് ചൈൽഡ് പോണോഗ്രഫിയാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള ആ ഒരു കുറ്റകൃത്യമാണ് എന്തെന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫി. ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ 67B എന്ന് പറയുന്നത്. എന്നാൽ 67A പോണോഗ്രഫിയെ പറ്റി പറയുന്നത്. 67A പോണോഗ്രഫി, സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫി. അടുത്തത്, ക്യാപ്ചറിംഗ് പ്രൈവറ്റ് പാർട്സ് ഓഫ് ഇൻഡിവിജ്വൽ യൂസിംഗ് എ സ്പൈ ക്യാമറ ഈസ് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 67 ഓഫ് IT ആക്ട് 2008 ആൻഡ് ദോസ് ഫൗണ്ട് ഗിൽറ്റി ഓഫ് സച്ച് ഒഫൻസസ് ആർ പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ്. 67 സെക്ഷൻ 67 പ്രകാരം ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭാഗങ്ങൾ ഈ പറയുന്ന സ്പൈ ക്യാമറകൾ ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ്. അങ്ങനെ കുറ്റകൃത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന ജയിൽ ശിക്ഷ എത്ര വർഷമാണെന്നാണ് ചോദ്യം. ആൻസർ 3 വർഷമാണ്. ഓർത്തുവെക്കുക, ഒട്ടുമിക്ക സൈബർ കുറ്റകൃത്യങ്ങൾക്കെല്ലാം ആദ്യം നമ്മൾ കൊടുക്കുന്ന പനിഷ്മെന്റ് എന്ന് പറയുന്നത് 3 വർഷത്തെ തടവാണ്, 3 വർഷത്തെ ജയിൽ ശിക്ഷയാണ്. അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ പിഴയും വിധിക്കാറുണ്ട്. ഈ പറയുന്ന കേസ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ആവർത്തിക്കുകയാണെങ്കിൽ അത് വീണ്ടും ഇരട്ടിക്കുന്നു. ഈ പറയുന്ന 3 വർഷം എന്ന് പറയുന്നത് 5 വർഷമാകുകയും അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ എന്നുള്ളത് എന്താവും 10 ലക്ഷം രൂപയായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ സെക്ഷൻ 66F പ്രകാരമുള്ള സൈബർ ടെററിസം അതിന് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്ന ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് ആജീവനാന്ത ജയിൽ ശിക്ഷയാണ്. ഓക്കെ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മുൻകാലങ്ങളിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പം നല്ലതായിട്ട് പഠിക്കുക. താങ്ക് യു.